ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒഴിച്ച് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് കുറച്ച് ഉണക്ക ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മളിത് കറി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്ന ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ വെള്ളനനവൊക്കെ ഒന്ന് പോയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കും. കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി പടവലങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് വെക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ കുഞ്ഞോരിലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ, മിക്സിയിലിട്ടിട്ട് പൊടിക്കരുത് കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് നൈസായി പോകും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അല്ലാണ്ട് അതിൻ്റെ ഫൈൻ പൗഡർ ആക്കുമൊന്നും വേണ്ട. ഞാനതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതാ ഏകദേശം ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ. ഇത്രയും മാത്രം മതി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാത്രം ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഈ പാത്രം നല്ലോണം ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാവുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ എന്നെ ഉപയോഗിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വരട്ടെ. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വേണം. അപ്പോൾ ഞാനൊരു 4 ചുള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചെടുത്തതും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണക്കമുളക് നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ സാധാ ഉണക്കമുളകില്ല, അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി. അങ്ങനെ പൊടിച്ചത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വേഗം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി വന്നപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെളുത്തുള്ളിയുടെ നിറം നല്ലോണം ഒന്ന് മാറി വരണം. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെളുത്തുള്ളി മൂത്ത് വരണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി ആയി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ല, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, കറിവേപ്പില. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഇഞ്ചിൻ്റെ പച്ചമുളകിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ക്രഷ്ഡ് ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മറ്റേ ഉണക്കച്ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ആ സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് ഉണക്കമുളകും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൻ പോവാണ്. ഇതാണ് കേട്ടോ, മോരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അധികം കട്ടിയും അതുപോലെ തന്നെ പുളിയും ഇല്ലാത്ത മോരെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതേപോലത്തെ ഒരു ബൗളിൽ നിറച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പാത്രത്തിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്കൊന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രേ വേണ്ടുള്ളൂ.
ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തള വന്നാൽ മതി. നല്ലോണം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നു വേണ്ട കേട്ടോ. തള വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് തള വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഉള്ളൂ നല്ല ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടത്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ മോരുകറി വെച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. നമ്മൾ സാധാരണ കുമ്പളങ്ങ, ചേന അതുപോലെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കും. അതല്ലാന്ന് വെച്ചാൽ നമ്മൾ വെറുതെ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കൂലേ. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരു വട്ടേനും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടിയിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടിയിട്ട് മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിടുക എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.